ഹായ് ഫ്രണ്ട്സ്, മഹാരാഷ്ട്രയിലെ പൂനെ ഡിസ്ട്രിക്റ്റിലുള്ള ജുന്നാറിനടുത്തുള്ള ഒരു നാനേഘട്ട് പാസ് ഉണ്ട്. നാനേഘട്ട് എന്ന് പറയുന്ന പഴയൊരു പുരാതനമായിട്ടുള്ളൊരു ചുരം പാതയുണ്ട്. അതിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇന്ന് രാവിലെ ഇവിടെ എത്തി ചെറിയൊരു സൺറൈസ് ട്രക്കൊക്കെ നടത്തി സൂര്യോദയമൊക്കെ കണ്ടതിന് ശേഷം 2 ദിവസം നമ്മളിനി താമസിക്കാൻ പോകുന്ന ഒരു ചെറിയൊരു വില്ലേജ് ഹോം സ്റ്റേ ഉണ്ട്. ഇതാണ് വില്ലേജ് ഹോം സ്റ്റേയിലുള്ള നമ്മുടെ താമസ സൗകര്യം. ഇവിടെ താമസിച്ചിട്ട് ഇനി 2 ദിവസം നമ്മൾ ഇവിടെയുള്ള ചുറ്റുമുള്ള നമ്മളെ കുറച്ച് കാഴ്ചകളും മറ്റുമൊക്കെ നമ്മൾ കണ്ട് നാട്ടിലേക്ക് മടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. സോ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഇനിയിപ്പോൾ ഞങ്ങൾ 2 ദിവസം താമസിക്കാൻ പോണ ഒരു ചെറിയൊരു ഹോം സ്റ്റേ, അതിൻ്റെ സൗകര്യങ്ങളൊക്കെ പറഞ്ഞത് ഈ കാണുന്നതാണ്. നിങ്ങളെ വീടും ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി കാണും. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇപ്പോൾ നമുക്ക് പല സ്ഥലത്ത് നമ്മൾ ചെന്ന് താമസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്ന താമസ സൗകര്യങ്ങളിൽ ഏതാണ്ട് വലിയ കുഴപ്പമില്ലാത്തൊരു സൗകര്യം തന്നെയാണിത്. ചില സ്ഥലങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല ഫെസിലിറ്റി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ചുറ്റുപാട് നല്ല പച്ചപ്പ്, പിന്നെ മഴക്കാലം കഴിഞ്ഞാൽ നല്ല ജലസമൃദ്ധമാണ്. അടുത്തൊരു കുളമുണ്ട്. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് ഫെസിലിറ്റി. പിന്നെ ആ കാണുന്നതാണ് നമ്മളെ ഭക്ഷണ സൗകര്യം. നമുക്ക് ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഫെസിലിറ്റി ഒരു ഹോം സ്റ്റേക്കാർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള മോഹമായിട്ട് പിന്നെ ഇവിടെ നമ്മുടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഫെസിലിറ്റിയിൽ നമ്മുടെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ ഹോം സ്റ്റേ നടത്തുന്ന ആളുകൾ തന്നെയാണ് നമുക്ക് ഫുഡും നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പൊഹയും അതേപോലെ മാഗിയാണ്. നമ്മൾ മാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ നൂഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് മാഗി എന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ രാവിലെ നമുക്കിന്ന് സ്പെഷ്യലായിട്ടുള്ളത് പൊഹയും അതേപോലെ നൂഡിൽസുമാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിറങ്ങി നാളെ നമുക്ക് കയറാനുള്ള ജീവിത ഫോർട്ടാണ് കാണുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഈ നാനേഘട്ട് ചുരം ഇറങ്ങി പോയിട്ട് അവിടുന്ന് തിരിച്ച് റിവേഴ്സ് കയറുന്നൊരു പരിപാടിയാണ് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളെ ജുന്നാറിലുള്ള പെന്താരി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞങ്ങളിപ്പോൾ വന്ന ഉടനെ തന്നെ ഇവിടെ കണ്ടൊരു കാഴ്ചതാണ്. ഇവിടുത്തെ ഗ്രാമവാസികളായിട്ടുള്ള ആളുകളുടെ പ്രധാനപ്പെട്ടൊരു പരിപാടി. അതിന് വിനോദമാണോ ഇനി അതൊരു രാവിലെ മുതലുള്ള തൊഴിലാണോ എന്നറിയില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മഴക്കാലമായതുകൊണ്ട് നല്ലോണം ഇവിടെ വെള്ളം ഉണ്ട്. വെള്ളത്തിനുണ്ടായതുകൊണ്ട് തന്നെ ഞണ്ടുകളുടെ മടകളും ധാരാളം ഉണ്ട്. അപ്പോൾ അവിടെ നമ്മളെ നാട്ടിൽ ഈർക്കിളി, അതുപോലെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പുയരാന്ന് പറയും, അതായത് മണ്ണിര. ഈ മണ്ണിരനെ കെട്ടി ഈ ഈർക്കിളിൻ്റെ അറ്റത്ത് കെട്ടിയിട്ട് ഈ മടയിലേക്ക് ഇറക്കി വെച്ചിട്ട് ഞണ്ട് പിടിക്കുന്ന രീതിയാണ് ഇവിടെ. അത് ധാരാളമായിട്ട് ഇവിടുത്തെ ഗ്രാമവാസികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാഴ്ചയാണത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഈ നാനേഘട്ടിലേക്ക് പോണ ആ ഒരു വഴീൻ്റെ ഇരുഭാഗത്ത് ഇഷ്ടംപോലെ ആളുകൾ ഇതേപോലെ കെണിയും വെച്ചിട്ട് ചൊള്ള് വെച്ചിട്ട് ഇങ്ങനെ ഞണ്ടിനെ പിടിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളതിൻ്റെ അടുത്തേക്കൊന്ന് പോയി. അപ്പോൾ ഒരു ചേച്ചിക്ക് വന്നിട്ട് ഞങ്ങൾക്ക് അപ്പോൾ അവർക്ക് കിട്ടിയൊരു ഞണ്ടൊക്കെ കാണിച്ചത്. അവരെ പിടിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഇറക്കുണ്ടല്ലോ, ആ കൊമ്പ്, അത് മുറിച്ചിട്ടാണ് ഇവർ വിട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അറിയണ ഭാഷയിലൊക്കെ ഞങ്ങൾ ചോദിച്ചത് എന്താ പരിപാടി വെച്ചപ്പോൾ ഒരു പറഞ്ഞത് ഇവിടുന്ന് നമ്മളെ ഈ ഹോം സ്റ്റേയിലൊക്കെ നിൽക്കുന്ന ആളുകൾക്കായിട്ട് ഇവരിത് കുക്ക് ചെയ്ത് കൊടുക്കും, അല്ലാതെ പുറത്തേക്ക് കയറ്റി വെക്കുന്ന പരിപാടി ഇല്ല എന്നാണ് പറഞ്ഞത്. ഇനി ഇവർ പറഞ്ഞത് എന്താണെന്ന് കറക്റ്റ് നമുക്ക് മനസ്സിലാത്തതുകൊണ്ട് എന്തായാലും ഏതാണ്ട് അങ്ങനെയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും അവിടുന്ന് ഞണ്ട് പിടിക്കണൊക്കെ കാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴേക്കും ഞങ്ങൾ രാവിലെ വന്നത് നേരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച ഉണ്ടായിരുന്നു. കുറേ വണ്ടികളും ആളുകളൊക്കെ എത്തി. രാവിലെ ഞങ്ങൾ എത്തുമ്പോൾ ഒരു മനുഷ്യൻ പെടേണ്ട ഈ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. എന്തായാലും ഒരു 12,000 വർഷം മുമ്പ് ഉള്ള ഒരു പുരാതനമായിട്ടുള്ള ഒരു ചുരംപാത, ഒരു ടോൾ പാതയിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെയാണ് അതിൻ്റെ തുടക്കം. പിന്നെ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പല ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളിലും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഈ ഒരു സ്ഥലത്തിനെ കുറിച്ചുള്ള വിവരണം തരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ഈ ഒരു സ്ഥലത്ത് ഇതുവരെ അങ്ങനെ ഒരു വിശദമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ബോർഡോ ഒരു സൂചന വിവരങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. ഇത് ഈ പാസേജിലൂടെ ഈ ചുരത്തിലൂടെ താഴത്തേക്കും മുകൾക്കൊക്കെ ഇറങ്ങി പോകുന്ന ആളുകൾക്ക് വെള്ളം കുടിക്കാനോ മറ്റോ ഉണ്ടാക്കി വെച്ച പഴയ കാലത്തൊരു കല്ലിൻ്റെ ഒരു വലിയൊരു ടാങ്കാണ്. ഇതിൽ നിറച്ച് വെള്ളമാണ്. ചിലപ്പോൾ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയ ആളുകളൊക്കെ ഇതിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടോ അല്ലെങ്കിൽ ചരക്കുകൾ കൊണ്ടുപോകണ കഴുതകളാണെങ്കിലും അല്ലെങ്കിൽ കുതിരകളാണെങ്കിലൊക്കെ അവർക്ക് വെള്ളം കൊടുക്കാനുള്ള സംവിധാനം എന്തെങ്കിലും ആവും. എന്തായാലും ഇവിടെയാണ് ഈ ചുങ്കം അല്ലെങ്കിൽ ടാക്സ് കളക്ട് ചെയ്യുന്നൊരു ഭാഗം ഇവിടെയാണെന്നാണ് ഇവിടുത്തെ ഒരു നിർമ്മാണത്തിൻ്റെ രീതിയും നമുക്ക് ബോർഡൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളത്. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ടാണ് ഈ ഒരു ചുരംപാതേൻ്റെ തുടക്കം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് നാനേഘട്ട് ചുരം പാതൻ്റെ, അതായത്
നാനേഘട്ട് പാസിൻ്റെ ആരംഭം. ഇത് ഏതാണ്ട് BC 2000 ഒക്കെ ആകുമ്പോൾ, ബിഫോർ ക്രൈസ്റ്റ്, അതായത് ക്രിസ്തുവിന് 2000 വർഷം മുമ്പ് നിർമ്മാണത്തിലുള്ളതും ഉപയോഗത്തിലുള്ളതുമായിട്ടുള്ളൊരു ചുരംപാതയാണ് ഇതെന്നാണ് ചരിത്രകാരന്മാർ പറയണത്. ഇനി ഇവിടുന്ന് ഏതാണ്ടൊരു 5 കിലോമീറ്ററോളം നമുക്ക് താഴേക്ക് ഇറങ്ങാനുണ്ട്. താഴേക്ക് ഇറങ്ങിയിട്ട് ഇതുപോലെ കടും കുത്തനായിട്ടുള്ള ഇറക്കങ്ങളും കല്ലുകളൊക്കെ വെച്ചിട്ടുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ട് പറഞ്ഞാൽ കുത്തനെയുള്ള ഇറക്കം ഇറങ്ങേണ്ടതിൻ്റെ അല്ല, താഴേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളതിൻ്റെയും അതേപോലെ അവിടെ നിന്ന് തിരിച്ചു കയറേണ്ടതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ട് ഈ പാതയിലൂടെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഉണ്ടാകും. അപ്പോൾ ആ ഒരു റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ട്രെക്കിങ്ങിന് വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല. സോ നമ്മളെ നാനേഘട്ട് പാസിലൂടെയുള്ള യാത്ര ഇങ്ങോട്ട് ആരംഭിക്കുകയാണ്. ഈ ഒരു വഴിക്ക് നമ്മളിങ്ങനെ താഴത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഇതേപോലുള്ള ഒരുപാട് ഗുഹകൾ, അതായത് ഇതിലെ പോയ അന്നത്തെ കാലത്ത് ഇതിൽ സഞ്ചരിച്ച ആളുകൾ റെസ്റ്റ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് തന്നെ ഈ ടോൾ ബൂത്തിൻ്റെ ഒരു കാര്യം പറയുന്നല്ലോ, ഇതിൽ ടോള് പിരിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഓഫീസ് പോലെ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇതേപോലുള്ള വീടുകൾ പോലുള്ള സംഭവങ്ങളൊക്കെ ഈ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് സ്ഥലത്തുണ്ട്. ആ താഴെ കാണുന്നതൊക്കെ ഇതേപോലുള്ളതാണ്. അവിടെയാണ് ഈ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് പോലെ ഒരുപാട് പഴയ കാലത്തുള്ള പുരാതന ലിപികളുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ആ ഒരു ഗുഹയിൽ, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഗുഹയിലുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയും ആ കാണുന്നുണ്ട്. അവിടെ കൈവരിയൊക്കെ കിട്ടിയിട്ടുള്ള ആ ഗുഹൻ്റെ ഉള്ളിലാണ് പുരാതനമായിട്ടുള്ള കുറച്ച് ലിപികളിലെ എഴുത്തുകളും കാര്യങ്ങളൊക്കെ കാണും. ഈ നാനേഘട്ട് പാസിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്കുള്ള നല്ലൊരു വ്യൂ ഒക്കെ കണ്ടല്ലോ. നല്ല സമതല പ്രദേശമാണ്. ഡെക്കാൻ പ്ലേറ്റോൻ്റെ ഒരു ഭാഗം കൂടിയാണല്ലോ ഈ ഒരു മഹാരാഷ്ട്രൻ്റെ ഈ ഒരു ഭാഗം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ചയൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയൊക്കെ നമുക്ക് കാണാം. ഞാൻ നേരത്തെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗുഹയാണത്. ഗേറ്റും കാര്യങ്ങളും ഗ്രില്ലൊക്കെ വെച്ചിട്ട് ബന്ദോബസ്താക്കിയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ചരിത്രം പറഞ്ഞു തരാനുള്ള എനിക്കൊരു ക്യൂറേറ്ററെ പോലെ ഒരാൾ ഇവിടെ ഉണ്ട്, കുറച്ച് പ്രായമായിട്ടുള്ള ആൾ. പക്ഷേ ഭാഗ്യവശാൽ അയാൾ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ പറഞ്ഞത് അയാൾക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് ആ ഒരു എഴുത്തിൻ്റെ രീതിയിൽ. ഒരു ചരിത്രത്തിൽ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ നാനേഘട്ടിനെ കുറിച്ച് നമ്മൾ തപ്പി നോക്കുമ്പോൾ കാണാവുന്ന ഒരു ഇതാണ്. നാഗരിക ഭാഷയിലോ എന്തൊക്കെ എഴുതിയിട്ടുള്ളതാണെന്നാണ് പറയണത്. എന്തായാലും നമ്മൾ അടുത്ത കാലത്ത് കണ്ട ഭാഷയൊന്നുമല്ല. ഏതാണ്ട് BC 2000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് മുമ്പാണെന്നൊക്കെ പറയുമ്പോൾ അത്ര പഴയ കാലത്തുള്ളതാവും. ഈ ഒരു ഈജിപ്തിലെ മമ്മികളൊക്കെ ചിത്രങ്ങളും വീഡിയോ ഒക്കെ കാണുമ്പോൾ അവിടെയൊക്കെ എഴുതി വെച്ച പോലുള്ള കുറേ എഴുത്തുകളും അതേപോലുള്ള ചിത്രങ്ങളൊക്കെയാണ് ഈ ഗുഹൻ്റെ ഉള്ളിൽ കാണാനുള്ളത്. അപ്പോൾ അത്രത്തോളം പഴക്കമുള്ള ഒരു സ്ഥലവും അതേപോലെ അത് ഉപയോഗിച്ച ആളുകൾ അത്ര പഴയ കാലത്തുള്ള ആളുകളും ഒക്കെ ആയിരിക്കാം. ഓരോ ഭാഷകളിൽ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അതിനുള്ള എഴുതി വെച്ചിട്ടുണ്ടായിട്ടുണ്ടാവുക. എന്തായാലും നമ്മൾ ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മളിനി താഴത്തേക്കുള്ള യാത്ര തുടരുകയാണ്. ഈ വഴിയൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോഴേ നമ്മളിങ്ങനെ ആലോചിച്ച് പോവാണ്. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആളുകൾ ഒരു സഞ്ചാര സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് കാൽനടയായിട്ടും ഒക്കെ, അല്ലെങ്കിൽ വല്ല വണ്ടി കഴുതകളോ അല്ലെങ്കിൽ കുതിരകളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെയൊക്കെ മൃഗങ്ങളെയൊക്കെ ഉപയോഗിച്ചിട്ട് കാൽനടയായിട്ടും ഒക്കെയുള്ള ചരക്കുകളൊക്കെ നീക്കുന്നത് ആ സമയത്ത് ഉപയോഗിച്ചൊരു പാതയിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഇപ്പോഴത്തെ കാലത്തൊരു സൗകര്യം അന്നത്തെ ഒരു യാത്രക്കുള്ള ബുദ്ധിമുട്ടൊക്കെ കൂടി കണക്കൂട്ടി നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കാലത്തെ ഒരു പാതയിൽ കൂടെ നടക്കാൻ പറ്റിയതിൻ്റെ ആ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഭാഗത്ത് കൂടിയൊക്കെയാണല്ലോ നമ്മൾ നടന്നു പോകുന്ന ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ എന്താ പറയുക,
ഒരു അഭിമാനം തോന്നുന്നുണ്ട് വല്ലാതെ പോലെ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിലിവിടുന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ സഞ്ചാരം കൊണ്ട് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങളാണല്ലോ. ചരിത്രത്തിൻ്റെ ഭാഗമായ പല സ്ഥലങ്ങളും കാണാനും നമ്മളെ മുൻകാല ചരിത്രങ്ങളും കഥകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാനൊക്കെ ഇങ്ങനെയുള്ള യാത്ര കൊണ്ട് പറ്റുന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഒരു ഉദ്ദേശം. നേരത്തെ നമ്മൾ കണ്ട ഗുഹ ഉണ്ടല്ലോ, ഗുണ കേവ് പോലുള്ള, ആ ഗുഹയിലുള്ള ആൾ പറഞ്ഞത് വേറൊരു ഹിന്ദിക്കാരൻ തർജ്ജമ ചെയ്ത് തന്നത് വെച്ച് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു നാനഘട്ട് പാസിൻ്റെ നിയന്ത്രണം അന്നത്തെ രാജവംശമായിട്ട് നാഗനിക രാജവംശത്തിലുള്ള ആളുകൾക്കായിരുന്നു എന്നാണ് പറയണത്. അവരായിരുന്നു ഈ ഒരു റോഡിൻ്റെ, ഈ ഒരു ചുരത്തിൻ്റെ, അപ്പോൾ ഇതൊരു ഷോർട്ട് കട്ടാണല്ലോ, ഈ രണ്ട് മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കണം. ഏതാണ്ട് ഒരു 100-150 കിലോമീറ്റർ ചുറ്റി വളഞ്ഞ് വേണം അല്ലെങ്കിൽ ഈ ആളുകൾക്ക് സഞ്ചരിക്കാൻ. അപ്പോൾ ഈ ഒരു ചുരത്തിൻ്റെ നിയന്ത്രണം ഈ ഒരു നാഗരിക എന്ന് പറഞ്ഞിട്ടുള്ള ഈ ജിന്നാർ ഭരിച്ചിരുന്ന രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ അവർ ആണ് ഈ ഒരു പാത കൺട്രോൾ ചെയ്തിരുന്നത്. അപ്പം ഇതിൽ പോകുന്ന ആളുകൾ എന്ത് ചെയ്യണം, കച്ചവടക്കാരാണെങ്കിലും യാത്രക്കാരാണെങ്കിലും ഒക്കെ ഈ ഒരു രാജവംശത്തിന് കപ്പം കൊടുക്കണം അല്ലെങ്കിൽ ചുങ്കം കൊടുക്കണം. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ രീതിയിൽ കല്ലും ഒക്കെ പാകിയിട്ട് ഈ ചുരംപാത ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ ഈ ഒരു മലൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പാതൻ്റെ പല ഭാഗത്തായിട്ട് ഇതേപോലെ ചെറിയ ചെറിയ റിസർവോയറുകളൊക്കെ കാണും. അത് മഴക്കാലത്തൊക്കെ ഈ മലൻ്റെ മുകളിൽ നിന്ന് വന്ന് ചെറിയ അരുവികളിൽ നിന്നൊക്കെയുള്ള വെള്ളം ശേഖരിച്ച് വേനൽക്കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാനുള്ള സംവിധാനമാണെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മുടെ ഇറങ്ങൽ തുടങ്ങിയിട്ട് ഏതാണ്ട് 1 മണിക്കൂറോളമായി. നമ്മൾ ഏതാണ്ട് താഴ്ഭാഗത്ത് എത്താനായി. നടന്ന് എല്ലാവരും കുഴങ്ങിയിട്ടുണ്ട്. ഇറക്കാണെങ്കിലും ഇതേപോലുള്ള ഓരോ കല്ലിൽ നിന്ന് മറ്റേ കല്ലിൽ ചാടി വളഞ്ഞ് തിരിഞ്ഞ് പൊളഞ്ഞൊക്കെ വേണം നമ്മൾ ഇറങ്ങാൻ. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം എല്ലാവർക്കും ഉണ്ട്. പിന്നെ റെസ്റ്റ് ചെയ്തും നടന്നും അങ്ങനെയൊക്കെയാണ് എല്ലാവരും ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ തിരിച്ച് കയറുന്ന കാര്യം ആലോചിക്കുമ്പോൾ അതിലേറെ പ്രശ്നമാണ്. പിന്നെ നമ്മളെ താമസവും കാര്യങ്ങളൊക്കെ മുകളിലായതുകൊണ്ട് തിരിച്ച് കയറല്ലാതെ രക്ഷമല്ല. അല്ലെങ്കിൽ പിന്നെ താഴെ പോയിട്ട് വീണ്ടും 10-100 കിലോമീറ്റർ ചുറ്റി വളഞ്ഞ് ബസ്സിൽ കയറിയിട്ട് അപ്പുറത്തെത്തണം. അങ്ങനെ നമ്മൾ ഏതാണ്ട് താഴത്തെത്തി. അപ്പോൾ നമ്മൾ താഴെ കാണുന്ന അവിടെ ഒരു നീല ടാർപോളിനൊക്കെ കെട്ടിയിട്ടുള്ള അവിടെയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. അവിടെ എത്തിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് കയറണം. നമ്മളിപ്പോൾ ചെയ്തത് ഈ നാനഘട്ട് പാതൻ്റെ മുകളിൽ പോയിട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് താഴത്ത് ഇറങ്ങി വീണ്ടും മുകളിൽ കയറണം. ഇതേപോലെ താഴെ ഭാഗത്ത് ബസ്സിന് വന്ന് ഇറങ്ങിയിട്ട് നടന്ന് കയറി നാനഘട്ട് കയറിയിട്ട് തിരിച്ചിറങ്ങുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകളാണ് ഇവിടെ ഈ ചായക്കടയിലൊക്കെ ഇരിക്കുന്നത്. ഇവിടുന്ന് ഒന്ന് റിഫ്രഷായി ഊർജ്ജമൊക്കെ കയറ്റിയിട്ട് കുറച്ച് ചായയും കുടിച്ച് വന്ന് ഫ്രഷായിട്ട് ഈ കുന്ന് കയറാനുള്ള പരിപാടികളാണ് പലരും. അങ്ങനെ ദശാബ്ദങ്ങളെന്നല്ല സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള നാനഘട്ട് പാസിൽ കൂടെയുള്ള യാത്രൻ്റെ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും